എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ അവസരം കിട്ടാതെ പോയ ഒരു സന്യാസിയുടെ അനുസ്മരണ ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിശ്ചയജന്യ യതി ശതാബ്ദി വർഷത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ നവംബർ ആകുമ്പോൾ അദ്ദേഹം ജന്മമെടുത്തിട്ട് 100 വർഷം തികയുന്നു. കേവലം ഒരു ഹിന്ദു സന്യാസി എന്ന നിലയ്ക്കാണ് മറ്റു പല സന്യാസിമാരെയും കാണുന്നത് പോലെ ഞാനും ആദ്യകാലത്ത് നിശ്ചയജന്യതയെ കണ്ടിരുന്നവർ. അദ്ദേഹം ഊട്ടിയിൽ ആണ് ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി സുലഭമായുള്ള ആഡംബര സന്യാസിമാരുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന നിലയ്ക്ക് ഞാനും കണ്ടുള്ളൂ. പക്ഷെ പിന്നീട് മനസ്സിലായി അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ബുദ്ധിപരമായി ചിന്തിക്കുകയും വിമർശനാത്മകമായി ജീവിതത്തെ കാണുകയും ജീവിതത്തെക്കുറിച്ച് സന്ദേഹങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നവർ ഒരു തീർത്ഥാടകരെ പോലെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് നിത്യചൈതന്യയുടെ ഊട്ടിയിലെ ആശ്രമം എന്ന് മനസ്സിലാക്കി. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, പത്തനംതിട്ട സ്വദേശിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആയുള്ള ഒരു അഭേദ്യമായ ബന്ധം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളായി നമ്മൾ എടുത്തു പറയുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. അദ്ദേഹം 150-ലേറെ പുസ്തകങ്ങൾ എഴുതി. അതിൽ ചിലത് നന്നായി വിറ്റുപോകുന്ന വായിക്കപ്പെടുന്ന പുസ്തകങ്ങളാണ്. വളരെ നമ്മുടെ വേദാന്ത ചിന്ത, ഭാരതത്തിൻ്റെ പൈതൃകം അല്ലെങ്കിൽ ഒരു അഭിമാനകരമായ സമ്പത്ത് എന്നൊക്കെ പറയുന്ന വേദാന്തങ്ങളിൽ അവഗാഹം നേടി അവയ്ക്ക് പുതിയ വ്യാഖ്യാനം, സമകാലിക ജീവിതത്തിന് അനുയോജ്യമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാണ് സ്വാമി തന്നെ സമീപിക്കുന്നവരെ ഉത്ബുദ്ധരാക്കിയിരുന്നത്. അദ്ദേഹം വിജ്ഞാനം എന്നത് അല്ലെങ്കിൽ അറിയേണ്ടതല്ല, അറിയുന്നതിൽ വൈമുഖ്യമില്ലാതിരുന്ന ആളായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മാർക്സിനെ നന്നായി പഠിച്ചു. ഒരു ഹിന്ദു സന്യാസിക്ക് അനിവാര്യമായി ആവശ്യമുള്ള ഒരു പഠനമല്ല അത്. മാർക്സിനെ നന്നായി പഠിച്ചു എന്ന് മാത്രമല്ല, മാർക്സിസത്തോട് അദ്ദേഹത്തിന് അനശ്വരായ ആഭിമുഖ്യം തോന്നുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായതായി ഞാനിവിടെ വായിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ സവിശേഷതയാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അവിടെ നിന്ന് പുതിയ അറിവുകൾ സമ്പാദിക്കുക, അന്നുവരെ നമ്മൾ കരുതിയിരുന്ന പലതും തെറ്റാണ് എന്നുള്ള ബോധ്യത്തിൽ തിരുത്താൻ ശ്രമിക്കുക, അതൊക്കെ ഒരു ആത്മവിശുദ്ധിയുടെ ലക്ഷണം കൂടിയാണ്. അപ്രകാരമുള്ള ഒരു ജ്ഞാനവിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധമായ ജ്ഞാനജീവിതം നയിച്ച ആളായിരുന്നു സ്വാമി. നമുക്ക് ഇന്ന് ഹിന്ദു സന്യാസിമാർ എന്ന് കേൾക്കുമ്പോൾ സമ്മിശ്രമായ പ്രതികരണം ഉണ്ടാവുന്നുണ്ട്. ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ തന്നെയുണ്ട് ഹൈന്ദവമായതെല്ലാം ഹിന്ദുത്വമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ സ്വീകരിക്കപ്പെടുകയോ നിരാകരിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഹിന്ദു സന്യാസിമാരെ കുറിച്ച് നമുക്ക് ചില മുൻവിധികളൊക്കെ പലർക്കും ഉണ്ടാകുന്ന കാലമാണ്, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പലതരം സന്യാസിമാരുണ്ടെന്ന് കാര്യത്തിൽ സംശയമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആഡംബര ജീവിതം നയിക്കുന്നവരുണ്ട്. ആത്മീയതയെ വ്യാപാരമാക്കി ലാഭകരമായ കച്ചവടമാക്കി മാറ്റുന്നവരുണ്ട്. അങ്ങനെ പലതരം ആളുകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തരായ ചില ഹിന്ദു സന്യാസിമാരെയും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ദിവസങ്ങളിൽ മറ്റൊരു സന്ദർഭത്തിൽ
ചില കാര്യങ്ങൾ എഴുതേണ്ടി വന്നപ്പോൾ സ്വാമി വിവേകാനന്ദനെ പരാമർശിക്കേണ്ടി വന്നു. ചിക്കാഗോയിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ ആ ലോക മത സമ്മേളനം, പാർലമെൻ്റ് ഓഫ് റിലിജിയൻസ് അവിടെ നടത്തിയ പ്രഖ്യാതമായ ആ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കേണ്ടി വന്നു. അതും ഒരു സന്യാസി അവിടെ അന്ന് അദ്ദേഹം പ്രസംഗിച്ച ഓഡിറ്റോറിയം ഇന്നൊരു നിലനിർത്തിയിട്ടുണ്ട്. അദ്ദേഹം പുറത്ത് എഴുതി വച്ചിരിക്കുന്നത് തന്നെ, ഒരു ഫലകം എഴുതി വച്ചിരിക്കുന്നത് തന്നെ, അല്ല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹിന്ദു സന്യാസി ഫ്രം ഇന്ത്യ എന്നാണ്. അതൊരു അഭിമാനമായിരുന്നു, രാഷ്ട്രത്തിന് തന്നെ അതൊരു അഭിമാനമായിരുന്നു. വിവേകാനന്ദനെ പോലെ ഒരാളെ ഹിന്ദു സന്യാസി ഫ്രം ഇന്ത്യ എന്ന് അമേരിക്കയും വിശേഷിപ്പിക്കുമ്പോൾ എന്നതുപോലെ ആ ഒരു പരമ്പരയിൽപ്പെട്ട സന്യാസിമാരും നമുക്കുണ്ട്. അങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടുകാരായിരുന്നു, മലയാളിയായിരുന്നു, മലയാളത്തിൽ എഴുതുന്ന, മലയാളം സംസാരിക്കുന്ന ആളായിരുന്നു. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നേരിട്ട് ആ ഒരു ഗുരു പരമ്പരയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ പഠിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് അവസരം എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ജന്മശതാബ്ദിയെ നമ്മൾ കാണേണ്ടത്. അതിന് വേദിയൊരുക്കിയ ACBCയുടെ ഈ പാസ്റ്ററൽ ഓർഗനൈസേഷൻ സെൻ്ററിലെ ഭാരവാഹികൾക്ക് അദ്ദേഹം പ്രത്യേകമായി അനുമോദിക്കുന്നു. നിങ്ങളുടെ ടീം പ്രവൃത്തി അത് ബുദ്ധിപരമായ ഒരു പ്രവർത്തനങ്ങളുടെ തുടക്കമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഗുരുവിനെ അനുസ്മരിക്കുമ്പോൾ ഈ ആധുനിക സമൂഹത്തിലേക്ക് ഒരുപക്ഷെ ആശ്രമങ്ങളും സന്യാസ സങ്കല്പങ്ങളുമൊക്കെ തന്നെ ഒരു തിരുത്തിക്കുറിച്ച ഒരു വ്യതിരിക്തമായ, വ്യത്യസ്തമായ ഒരു വഴി തുറന്നൊരു വ്യക്തിത്വമായിരുന്നു എന്ന് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗുരു കടന്നു ചെല്ലാത്ത മേഖലകളിൽ ഗുരുവിൻ്റെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ, എൻ്റെ ബ്രഹ്മവിദ്യ പഠനത്തിൻ്റെ ആരംഭകാലത്തിൽ ഏതാനും മാസങ്ങൾ ഗുരുവിനൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ആ അദ്ഭുത പുരുഷൻ്റെ അഭൗമമായ വ്യക്തിത്വത്തെ സ്വീകരിക്കാനുള്ള ബുദ്ധിക്ഷമതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്, ഗുരുകുലത്തിൽ ആദ്യമായി ചെല്ലുമ്പോൾ. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രചനകൾ അത്ഭുതത്തോടെ, ആർത്തിയോടെ, ഞാൻ മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ കേരള സമൂഹവും ലോകവുമൊക്കെ ഏതാണ്ട് ഓഷോയുടെ പുസ്തകങ്ങൾ വായിക്കുന്ന പോലെ ആർത്തിയോടെ വായിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ നിരീക്ഷണങ്ങൾ, ഗുരുവിൻ്റെ രീതികൾ, ഗുരുവിൻ്റെ ചിന്തകൾ അത് എന്നും ഒരു നിത്യനൂതനമായിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഭാരതീയ മനഃശാസ്ത്രത്തിനൊരു ആമുഖമെന്ന പുസ്തകം വായിക്കുമ്പോഴോ ആധ്യാത്മികതയുടെ ആഴങ്ങളെ സ്പർശിക്കുന്ന ഭഗവത്ഗീത സ്വാധ്യായം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം, ദർശനമാല, ഗുരുവായിട്ട് ബന്ധപ്പെട്ട മറ്റ് കൃതികളെക്കുറിച്ചുള്ള രചനകളിലെല്ലാം തന്നെ പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്കൃതത്തെ കൂടുതൽ ആഴത്തിൽ, സംസ്കൃത സാഹിത്യത്തെ അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചുള്ള പാണിനീയ സൂത്രങ്ങളെയൊക്കെ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഉപനിഷത്തുകളുടെ സാരാംശത്തെ ഒരു ബ്രഹ്മചാരിക്കും സന്യാസിക്കും ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നത് കാലമുണ്ടായിരുന്നു. അത്തരത്തിൽ പാണിനീയ വ്യാകരണ സൂത്രങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങാതെ തന്നെ, അത്രയധികം ആഴത്തിലെ നിത്യഗുരു അതിനെ സ്വീകരിക്കാതെ തന്നെ ഉപനിഷത്തുകളിലെ മഹത്തായ ആശയങ്ങളെ വളരെ ലളിതമായി, മധുരമായി
ഏതൊരു സാധാരണക്കാരനും ഗ്രഹിക്കാൻ പറ്റുന്ന ഭാഷയിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന ഒരു ശൈലി ഉണ്ടായത്. ഒരിക്കൽ ഗുരു ദൂരദർശനം കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ ഗുരു തുറന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം എഴുതുന്ന സമയത്ത് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ഭാഷകളിലെയും ഉള്ള സാഹിത്യങ്ങളെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അത്തരം പ്രതിപാദനരായിട്ടുള്ള മഹാവ്യക്തിത്വങ്ങളെ അടുത്ത് പരിചയിക്കുകയും അതുകൊണ്ടൊരു വിശ്വവിജ്ഞാന കോശം പോലെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുമൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു എഴുത്ത് എന്നുള്ളത് ഒരുപക്ഷെ നളിനി, ചിന്താവിഷ്ടയായ സീത, ബൃഹദാരണ്യക ഉപനിഷത്ത് മുതലായ ആ കാവ്യങ്ങളിലേക്ക് ഉപനിഷത്തുകളിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഭാഷയെ ഉപയോഗിച്ചിരുന്നത് വ്യക്തി, ഞാനും ആശയവും ഭാഷയും തമ്മിലുള്ളൊരു താതാത്മ്യത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഭാഷ ഇത്ര മധുരമായി വേദികളില്ലാതെ, അതിരുകളില്ലാതെ, മതിലുകളില്ലാതെ ഭാഷയെ ഉപയോഗിക്കുകയും മതങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ മാനവികതയെ, സ്നേഹത്തെ, പ്രത്യേകിച്ച് ആ മഹാപുരുഷൻ്റെ സൗരഭ്യം നുകർന്ന് കൂടെ നടന്ന ഈ ഷൗക്കത്തിനെ പോലുള്ളവരെ അനുഭവിച്ചറിഞ്ഞ പ്രണയം എന്ന് പറയുന്ന, നമ്മൾ വിസ്മരിച്ച് കളയുന്ന, വിട്ടുകളയുന്ന ഒന്നിനെ നമ്മുടെ ഉള്ളിൽ കൊളുത്തിവെക്കാൻ സാധിച്ചു എന്നുള്ളത് നിത്യ ചൈതന്യ യതി എന്ന ഗുരുവിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. സന്യാസിമാർക്ക് അപ്രാപ്യമെന്നും സന്യാസിമാരെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നൊക്കെ പറയുന്ന പ്രണയം, ഈ പ്രണയത്തിന് പല ഭാവങ്ങളുണ്ട്. പക്ഷേ ബൃഹദാരണ്യ ഉപനിഷത്തിലെ യാജ്ഞവൽക്യനെയും ഗാർഗിയെയും അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളുമായിട്ട്, അതിലെ മന്ത്രങ്ങളുമായിട്ട് സ്വര ഐക്യത്തിലെത്തുന്നതായിട്ട് ഗുരു തന്നെ പറയുന്നു. ഞാൻ അവരുമായിട്ട് മാറുകയാണ്. അതിലെ തന്നെ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനം ചമയ്ക്കുന്ന സമയത്ത് ബൃഹദാരണ്യക ഉപനിഷത്ത്, വലിയ ഉപനിഷത്തിൻ്റെ അനേകം തത്വങ്ങളെ പ്രതിപാദിക്കുന്ന വേദാന്ത ഗ്രന്ഥം, വേദാന്ത തത്വങ്ങളെ പ്രതിപാദിക്കുന്ന ആ ഒരു ഉപനിഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരു മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, ഗുരു അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പകർന്നു തരുന്നത് നമ്മൾ അതുമായിട്ട് താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മളതിന് ആ കഥാപാത്രങ്ങളായിട്ട് മാറുക. ഒരുപക്ഷെ ഈ ആത്മീയവൽക്കനം ഗാർഗിയൊക്കെ ഇട്ട് ഞാൻ മാറുകയുണ്ടായി, ഞാൻ ആ മന്ത്രവുമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ അതിലൂടെയാണ് പലപ്പോഴും എനിക്ക് എൻ്റെ തന്നെ ഉള്ളിലുള്ള ഞാൻ സ്വീകരിക്കുന്ന, ഒരുപക്ഷെ ഗുരു പറയാതെ പറയുകയും പല ഗ്രന്ഥങ്ങളിലെയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുവിൻ്റെ ഒരു അന്വേഷണ രീതിയിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാതെ തന്നെ സഹയാത്രികനെ അന്ന് കൂടെ ഈ കേരളത്തിനെയും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെയുള്ള നിരവധി സാധാരണക്കാരും ബുദ്ധിജീവികളും ഉൾപ്പെടെയുള്ളവർ ഗുരുവിൻ്റെ ചാരത്ത് വന്നണയുകയും ആ സവിധത്തിൽ വെറുതെ നോക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെ ഗുരു പറയുന്നത് ഭാഷ ശരിക്കും മൗനമാകാറുണ്ട്. ആ മൗനത്തിലൂടെയാണ് ആ സമയത്ത് എല്ലാം സ്വീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക എന്നത് ഈ ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു സ്ഥലത്ത് ഗുരു തുറന്നു സമ്മതിക്കുന്നുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞ അതുകൊണ്ടായിരിക്കാം പിന്നീട് അത് അനുഭവിച്ചറിഞ്ഞതിന് മുന്നേ നടരാജഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നടരാജഗുരുവിൻ്റെ ആശയങ്ങളെ സ്വീകരിക്കാൻ പല സ്ഥലത്തും സഞ്ചരിച്ചു കൂട്ടിയെന്ന് ഗുരുവിൻ്റെ ശിഷ്യ ആയതിനു ശേഷം ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന രമണ മഹർഷിയിൽ നിന്ന് സന്യാസം സ്വീകരിക്കുക, അവിടെ കൊണ്ടുവച്ച് മിണ്ടുന്നില്ല, പക്ഷേ സ്വയം ആ സന്യാസം കാവ്യവസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപക്ഷെ ഇന്നിവിടെ ഈ നിത്യഗുരുവിനെ സ്മരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വവിജ്ഞാനകോശത്തെ ഒരു 10 മിനിറ്റിൽ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുകയില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നമ്മൾ വിട്ടുകളയുന്ന, നമ്മൾ സ്വീകരിക്കാതിരിക്കുന്ന, നമ്മൾ സമീപിക്കേണ്ട, ഏതിനെയും സമീപിക്കേണ്ട എത്രയോ സിനിമയും ശാസ്ത്രവും കലയും സംഗീതവും അതുപോലെ നൃത്തവും എല്ലാ മേഖലകളിലൂടെയും ഗുരു സമീപിക്കുന്നത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുവിൻ്റെ സമീപനം സൗന്ദര്യാത്മകമായൊരു ദർശനമാണ്. ഗുരു സൗന്ദര്യത്തിലൂടെ കാണാൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഏറ്റവും ചാരുതയോടെ, ഏറ്റവും മനോഹാരിതയോടെ, പ്രണയത്തോടെ ദൈവത്തെ പോലും സമീപിക്കുകയാണ്. അതുകൊണ്ടാണ് മിസ്റ്റിക് കവിതകളെയൊക്കെ ഒരുപക്ഷെ സന്യാസത്തിന് പോലും
സന്യാസത്തിന് പോലും ഒരു കാൽപ്പനികതയുടെ രൂപവും ഭാവവും സൗന്ദര്യവും പകർന്നു നൽകിയത് ഈ ഇന്ത്യയിൽ നിത്യചൈതന്യം ഇത് തന്നെയാണ്. ഏത് ആശ്രമങ്ങളിൽ ചെന്നു കഴിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയുന്ന ഈ പ്രൗഢമായ വേദാന്ത സത്യത്തിൻ്റെ സങ്കീർണതയെ ഗ്രഹിച്ച് മസിൽ പിടിച്ച് ചിരിക്കാൻ പറ്റാത്ത ഒരുതരം ഡെമ്പിൻ്റെ പുറത്ത് ജീവിക്കുന്ന സന്യാസ മഠങ്ങളും മഠാധിപാരുടെയൊക്കെ ഇടയിൽ ഇത്ര മധുരമായ ഒരു ലോലമായ ഒരു സംഗീതത്തിൻ്റെ ഒരു ശ്രുതി പോലെ, അല്ലെങ്കിൽ ഒരു ഓടക്കുഴയിൽ ഒഴുകി വരുന്ന ഒരു സംഗീതത്തിൻ്റെ മധുരമായ നാദം നമ്മെ അങ്ങ് ലയിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഇടയിലൂടെ ജീവിച്ചു പോയ ഒരു പുണ്യാത്മാവാണ് നിത്യചൈതന്യൻ. അതിന് ഞാൻ ഈ ഷൗക്കത്തിനെ പോലുള്ളവരെ കുറച്ചുകൂടെ ഒരു മേധ വളർന്നതിന് ശേഷമായിരിക്കാം അത് നുകരാൻ കഴിഞ്ഞു. പക്ഷേ ഒരിക്കലും അതിൻ്റെ ഗന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന സമയത്ത് പുണ്യസുഹൃതം കൊണ്ട് കുറച്ച് നാളെങ്കിലും ഗുരുവിനോടൊപ്പം എനിക്ക് വസിക്കാൻ കഴിയും. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അല്പമായെങ്കിലും നമുക്ക് ആ മഹാഗുരുവിൻ്റെ ചിന്തയെയും പ്രവർത്തനത്തെയും സമീപനത്തെയും ലോകത്തെ മനുഷ്യരെ വാർത്തെടുക്കുന്നതിൽ ദൈവങ്ങൾക്കപ്പുറം സ്നേഹത്തിനും പ്രണയത്തിനും പരമപ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ടെന്ന് ജീവിച്ച് കാണിച്ച പുണ്യാത്മാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. 75 വർഷങ്ങൾ ഈ ഭൂമിയിൽ തൻ്റെ തീർത്ഥാടനം പൂർത്തിയാക്കി വലിയ ജ്ഞാനം ഈ സമൂഹത്തിന് പകർന്നു നൽകി 1999 കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ നിത്യ ചൈതന്യ യതി എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തിൽ അനുസ്മരിക്കുന്ന ഈ മനോഹരമായ സായാഹ്നം. ഇന്ന് ശ്രീ ഷൗക്കത്തിൻ്റെ വാക്കുകൾ നമ്മെല്ലാവരെയും പിടിച്ചിരുത്തി. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഓഡിയൻസ് എല്ലാവരും ശ്രീ ഷൗക്കത്തിൻ്റെ വാക്കുകൾ ഉള്ളിലേക്ക് ആവഹിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. വളരെ സരള ലളിതമായിട്ടുള്ള ആ ഭാഷണം അതെല്ലാവരും ശ്രദ്ധിക്കുകയായിരുന്നു. നിത്യ ചൈതന്യ യതിയെ ആവഹിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രത എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. കാരണം ഉള്ളിൽ നിന്ന് യതിയുടെ ചൈതന്യം ആവഹിച്ച് വെച്ചത് നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ശ്രീ ഷൗക്കത്ത്. സെബാസ്റ്റ്യൻ പോൾ സാറ് നമുക്കറിയാം, പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ, പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ, അതുപോലെ തന്നെ നിരൂപകൻ ഒക്കെയാണ്. അദ്ദേഹത്തെ നമ്മളിന്ന് ഈ നിത്യ ചൈതന്യ യതിയുടെ നിത്യസ്മൃതിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നിര്യാണത്തിലും ശാരീരികമായ അവശതയിലുമൊക്കെ ആണെങ്കിലും സന്തോഷത്തോടുകൂടെ ഇവിടെ വരികയും ലളിതമായ ഭാഷയിൽ നമ്മോട് സംവേദിക്കുകയും ചെയ്തു. സ്വാമി ശിവസ്വരൂപാനന്ദ അദ്ദേഹം നല്ല പ്രഭാഷകനാണ്. ഞാൻ ചോദിക്കുകയായിരുന്നു എന്താണ് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞത്. ഞാനത് അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തപ്പോൾ പ്രസംഗം തീർന്നുപോയി. അദ്ദേഹം പറഞ്ഞാൽ ഈ പ്രോഗ്രാം അതുപോലെ നീളുമെന്ന സംശയമുള്ളത് കൊണ്ട് ചെറിയൊരു മീറ്റിംഗ് ആയതുകൊണ്ടാണ് വളരെ ലാളിത്യത്തോടു കൂടിയാണ് ശ്രീ ശിവസ്വരൂപാനന്ദ നമ്മളോട് സംഭാഷിച്ചത്. സ്വാമി നന്ദാത്മ ജാനന്ദ, അദ്ദേഹത്തിൻ്റെ പേര് തിരുപ്പിടുത്തം പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടാണെങ്കിലോ, നന്ദാത്മ ജാനന്ദ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വന്ന് നമ്മളോട് ഇങ്ങനെ വളരെ ചില പ്രസംഗങ്ങളൊക്കെ നമ്മുടെ കാതിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയാണ്. പക്ഷെ ചില പ്രസംഗങ്ങൾ നമ്മളോടിങ്ങനെ സ്വകാര്യ സംഭാഷണം നടത്തുന്നത് പോലെയാണ്. ഈ സ്വാമിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ അതിങ്ങനെ നമ്മോട് കാതോരം പറയുന്നത് പോലെയുള്ളൊരു അനുഭവമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ പ്രതീക്ഷിക്കാതെ വന്ന അതിഥിയാണ് സ്വാമി ത്യാഗീശ്വരൻ. വർക്കല ഗുരുകുലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്യാസിയാണ്. അദ്ദേഹം പേര് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രൂപവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് സന്യാസം അതിൻ്റെ മുഴുവനും ചൈതന്യത്തിൽ ജീവിക്കുന്ന നല്ല ഒരു മനുഷ്യനാണ് എന്നാണ്. ഈ സ്വാമിമാരുടെ സാന്നിധ്യം
അതുപോലെ തന്നെ ശ്രീ ഷൗക്കത്തിൻ്റെയും സെബാസ്റ്റ്യൻ പോൾ സാറിൻ്റെയും സാന്നിധ്യം നമ്മിലേക്ക് ഒരു നല്ലൊരു വെളിച്ചം പകരാനായിട്ട് ഇടയായി. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈശോ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഈശോ നമ്മളോട് പറഞ്ഞത്, നിന്റെ കണ്ണ് വെളിച്ചമുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിക്കും. അതുകൊണ്ട് കണ്ണിലെ പ്രകാശം കളയാതിരിക്കാനായിട്ട് ശ്രമിക്കണം. കണ്ണ് പ്രകാശപൂർണമാണെങ്കിൽ ശരീരം മുഴുവനും പ്രകാശം. നാം എങ്ങനെ ഇങ്ങനെയായി എന്ന് മലയാള നാട്ടിലിരുന്നു കൊണ്ട് മലയാളികളായി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവരാണ് കേരളത്തെ കേരളമാക്കിയതെന്ന് വമ്പ് പറയുമ്പോൾ നമ്മൾ ഓർക്കണോ, നിശബ്ദമായിട്ട് ഈ സമൂഹത്തിൽ ഒരു ഉപ്പായിട്ടും വെളിച്ചമായിട്ടും ഒക്കെ മാറിയ മഹാനുഭവന്മാരിവിടെയുണ്ട്. നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ തന്നെ നിത്യചൈതന്യതി, അദ്ദേഹത്തിൻ്റെ ഗുരു. ഈ ഒരു ഗുരു പരമ്പര നമുക്കുണ്ട്. ഈ ഒരു ഗുരു പരമ്പരയുടെ ശ്രേഷ്ഠതയാണ് മലയാളിയെ മലയാളിയാക്കി, ഇന്ന് കാണുന്ന മലയാളിയാക്കി മാറ്റിയത്, സംസ്കാര സമ്പന്നരാക്കി മാറ്റിയത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജ്ഞാനത്തിൻ്റെ മാറ്റമാണ്, ജ്ഞാനം കൊണ്ടുണ്ടായ മാറ്റമാണ്. ഈ ജ്ഞാനികളിൽ നമുക്ക് പകർന്നു നൽകിയ ജ്ഞാനം കൊണ്ടുണ്ടായ മാറ്റമാണ്. അപ്പോൾ നിത്യ ചൈതന്യ യതിയെ നമ്മൾ ഈ സായന്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ ഇങ്ങനെ അനുസ്മരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, PUCയിലെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം, KCBSയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ, അഭിമാനത്തിൻ്റെ ഒരു സായാഹ്നമാണ്. സിബോച്ചനാണ് ഈ ആശയം പറഞ്ഞത്. നിത്യചൈതന്യതിയുടെ ശതാബ്ദി വർഷമാണ് നമ്മുടെ വാഗ്മയം. അത് ഒരു വാഗ്മയം അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ട് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നല്ല കാര്യം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പല പ്രാവശ്യം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിത്യചൈതന്യതി. നേരത്തെ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിചിതമായ ഈ സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ജന്മശതാബ്ദിയിൽ ഒരു ഓർമ്മ നമ്മൾ പുതുക്കാനായിട്ട് ഈ വേദി കാരണമാവുമെങ്കിൽ അത് ഒരു സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. അതിന് ഞങ്ങളോട് സഹകരിച്ച വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ സ്വാമിമാർ, ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ഷൗക്കത്ത് എന്നിവരോടുള്ള ഹൃദ്യമായ നന്ദിയും ആദരവും പ്രകടിപ്പിക്കുന്നു. ഞാൻ സ്വാമിയോട് പറയായിരുന്നു, ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ പലരും ഇന്ന് നിത്യചൈതന്യതിയുടെ ഓർമ്മ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ അനുസ്മരണമായതുകൊണ്ട് വന്നവരാണ്. പലരും പുതുതായിട്ടായിരിക്കും PUCയിലേക്ക് വന്നിട്ടുള്ളത്. PUC കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമാണ്. KCBC എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കേരള കത്തോലിക്ക മെത്രാൻ സമിതി. ആ മെത്രാൻ സമിതിയുടെ കാര്യാലയമാണ്. ഇവിടേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഞങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിവിടെ 10 അച്ഛന്മാർ, 8 സിസ്റ്റേഴ്സ്, പിന്നെ ഒരു 40ഓളം പേര് മറ്റ് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളൊക്കെ ആയിട്ട് ഇവിടെയുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതൊരു തുറന്ന ഭവനമാണ്, എല്ലാവരെയും എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ഭവനമാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന PUC ബൈബിള് അതിവിടെ നിന്നാണ് ഞങ്ങൾ ഇറക്കുന്നത്. അപ്പം അതുകൊണ്ട് PUCയും KCBSയും ഒക്കെ മലയാളികൾക്ക് പരിചിതമാണെങ്കിലും ഇങ്ങോട്ട് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ചിലർക്ക് ഒരു അന്യതാബോധം തോന്നും. ഇനിമേൽ അത് വേണ്ട, ഇത് നിങ്ങളുടെയും കൂടി ഒരു ഭവനമാണ്. ആ ഒരു തുറവിയോടുകൂടി എല്ലാ മാസത്തെയും വാഗ്മയത്തിൽ നിങ്ങൾ വരണം. നമ്മൾ സാഹിത്യ മേഖലയിലുള്ള ആളുകളെ പരിചയപ്പെടാനും സാഹിത്യ കൃതികളെ അപഗ്രഥനം ചെയ്യാനും, അങ്ങനെ സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഇതുപോലെ ഈ കേരളത്തെ കേരളമാക്കാനായിട്ട് യത്നിച്ച ആളുകളെയൊക്കെ ഇങ്ങനെ ഒരു നല്ല സ്മൃതി നമ്മൾ കൊടുക്കുന്ന സായാഹ്നങ്ങളാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ മഹനീയ സാന്നിധ്യത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട്, ഇത് മ്യൂസിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചതിൻ്റെ പിന്നാലെ നടന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച ബഹുമാനപ്പെട്ട സിബുച്ചനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം കൃപാർ തമഹം വന്ദേ പരമാനതമോധ. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന
ഒരു ഗുരു സാന്നിധ്യമുണ്ട്. സ്വാമി ത്യാഗീശ്വരൻ, ഫാദർ സിബോച്ച് സെബാസ്റ്റ്യൻ കോടവലുകൾ, ശിവസ്വരൂപാനന്ദ സ്വാമികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന 3 സന്യാസിമാരുകൾ, അതിലൊരു പക്ഷെ ഞാൻ മാത്രമായിരിക്കാം നിത്യഗുരുവിനെ നേരിട്ട് കാണാതെ ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരു 13 വയസ്സ് മുതൽ നിത്യഗുരുവിൻ്റെ സാഹിത്യങ്ങൾ, നിത്യഗുരുവിൻ്റെ എഴുത്തുകൾ പരിചയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, മനുഷ്യ സാധ്യതകളുടെ ആ വലിയ ചക്രവാളങ്ങളെയാണ് ആ ജീവിതം വിരൽ ചൂടുന്നത്. മനുഷ്യന് ഇത്രമാത്രം സാധ്യതകളുണ്ട്. അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ സംവാദങ്ങൾ ഒക്കെ നമ്മളൊന്ന് പരിചയിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊന്ന് തോന്നലുണ്ടാവുക, മനുഷ്യന് ഇത്രമാത്രം സാധ്യതകളുണ്ട്. ഇതാണ് ആധ്യാത്മികത. വിവേകാനന്ദ സ്വാമികൾ പറയുന്നൊരു കാര്യമുണ്ട്, എക്സ്പാൻഷൻ ഈസ് ലൈഫ്. ജീവിതമെന്ന് പറയുന്നത് ഈ വികാസമാണ്. മനുഷ്യൻ്റെ ആ സാധ്യതകളെ മുഴുവൻ പുറത്തേക്ക് എടുക്കുക. നേരെ തിരിച്ചാണെങ്കിൽ അത് കോൺട്രാക്ഷൻ പോവും, അത് ചുരുങ്ങലാണ്. അത് ഏത് ഭാഗത്ത് നമ്മളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അവിടെയാണ് ഗുരുവും നമ്മളും വ്യത്യസ്തരായിത്തീരുന്നത്. ആ ഒരു വ്യത്യാസം ഇപ്പം ഇവിടെ തൊട്ടടുത്താണ് ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മസ്ഥലം, ശങ്കരാചാര്യ സ്വാമികളുടെ ലൈഫ്, അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോഴാണ് അദ്ദേഹത്തോടുള്ള ആ ഒരു വലിയ ബഹുമാനം. ലോകത്ത് ശങ്കരാചാര്യരെ വായിച്ചിട്ട് ബഹുമാനിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ഈവൻ ശാസ്ത്രജ്ഞന്മാർക്കും. അത്രയും ഔന്നത്യമുള്ള, പ്രൗഢിയുള്ള, ഗംഭീരങ്ങളായ ആശയങ്ങൾ. അതായത് ഒരു കാരടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും പോയി പ്രപഞ്ചമായി വികസിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് ശങ്കരാചാര്യസ്വാമികളിൽ കാണാൻ സാധിക്കും. വിവേകാനന്ദൻ പറയും, കൽക്കട്ടയിലെ ശൂലയിൽ ജനിച്ചിട്ട് ലോകമായി പടർന്ന് പന്തലിക്കുന്ന ഒരു വ്യക്തി. ആ വികാസമാണ് വിദ്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ വിവേകാനന്ദ സ്വാമികൾ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചത് 39-ാമത്തെ വയസ്സിലാണ്. വെറും 39 വയസ്സിലെത്തും. അദ്ദേഹം അവസാനം പറഞ്ഞത്, ഞാൻ 13,000 വർഷത്തേക്കുള്ള ആശയങ്ങൾ ലോകത്തിന് കൊടുത്തിട്ടാണ് പോകുന്നത്. 39 വർഷങ്ങൾ ജീവിച്ച ഒരാൾ മറ്റൊരിക്കൽ പറഞ്ഞു, 1500 വർഷത്തേക്കുള്ള ആശയങ്ങൾ മനുഷ്യരാശിക്ക് കൊടുത്തിട്ടുണ്ട് 39 വയസ്സുകൊണ്ട്. ആ വിവേകാനന്ദനെ പരിചയിക്കുമ്പോഴാണ് 32 വയസ്സുകൊണ്ട് ഏകദേശം 32 വയസ്സുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ശങ്കരാചാര്യ സ്വാമികളെ നമുക്ക് ഓർമ്മ വരുന്നത്. ഒരുപക്ഷെ ആധുനിക ലോകം ശങ്കരാചാര്യ സ്വാമികളെ വിശ്വസിക്കുന്നത്, അതായത് ഈ 32 വയസ്സിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരുപക്ഷെ വിവേകാനന്ദ സ്വാമികളെ കണ്ടുകൊണ്ടാണ്. വിവേകാനന്ദ സ്വാമികളെ പരിചയിച്ചതുകൊണ്ടാണ് ലോകം ശങ്കരാചാര്യ സ്വാമികളുടെ പൂർത്തീകരണത്തെ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു കോന്നി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച് ഈ പ്രപഞ്ചമായി വികസിക്കുന്ന, പ്രപഞ്ചമായി പടർന്നു പന്തലിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഗുരുനിധിയിൽ കാണാൻ സാധിക്കും. ആ സാധ്യതകളെയാണ് ആത്മവിശ്വാസത്തിലൊക്കെ ഗുരു അറിഞ്ഞിടുന്നവൻ തന്നെ ഗുരുവിനുമൊത്ത് പുറത്തു വച്ചു വലിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തിരുത്തര വീണ് വണങ്ങിയോതികളെ. അങ്ങനെയാണ് ആ സാധ്യതകളെ പുറത്തെടുക്കുക. എനിക്ക് തോന്നുന്നത് ആ പൂർണ്ണമായ വികാസം അത് ലോകത്തിലേക്ക് പ്രതിഫലിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതായത് നമുക്കത് സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കുന്നത് അവരിലുള്ള സർവജ്ഞത്വത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ്.
അവർ സർവജ്ഞരായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളെയാണ് സർവജ്ഞൻ എന്നുള്ള വാക്കുകൾ കൊണ്ട് നമ്മളൊരു പക്ഷേ മലയാളികൾ പറയാറുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ 100ാം വാർഷികമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നാരായണഗുരു ദർശനമാലയും ആത്മോദിശതയും ഒന്ന് വായിച്ചാൽ മതി. നാരായണഗുരുവിൻ്റെ ഔന്നത്യം കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്? ലോകോത്തരമായ ദർശനത്തെ എത്ര മനോഹരമായിട്ട് ആണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ നാരായണഗുരു സർവജ്ഞനെന്നാണ് ചട്ടമ്പി സ്വാമികളെ വിശേഷിച്ചത്. പരിപൂർണ കലാനിധി, ഋഷി, മഹാപ്രഭു. അപ്പോൾ ഈ രീതിയിലുള്ള സർവജ്ഞത്വം അവരെ മാറ്റി നിർത്താൻ ഒരു മേഖലയിൽ അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അവർ കൈവച്ചതെല്ലാം അതിലൊക്കെ അവർ സർവജ്ഞനായി. ഈ ഒരു സർവജ്ഞത്വം അത് ഞാൻ വളരെ മനോഹരമായ ഒരു സംഭവം ഈയിടെ വായിച്ചാണ്. ചട്ടമ്പി സ്വാമികളുടെ അടുത്തേക്ക് ശബ്ദതാരാവലിയുമായിട്ട് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള പോവുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു അന്ന് ശബ്ദതാരാവലി ഇപ്പം തന്നെ ഈ ടൈപ്പ് ചെയ്ത മാറ്റർ ടൈപ്പഡ് ആയിട്ടുള്ള പുസ്തകം ഇത്രയുണ്ട്. അതിൻ്റെ കൈയെടുത്ത് പ്രതി എന്ന് പറഞ്ഞാൽ നമുക്ക് കാളവണ്ടിയിലാണ് കൊണ്ടിരിക്കുന്നത്. കാളവണ്ടി നിറയെ ഉണ്ടാവും ഒരു പക്ഷേ അന്നത്തെ കാലത്ത്. അപ്പോൾ ആരോടോ ചോദിച്ചു ശ്രീകണ്ഠേശ്വരം, ഇത് പരിശോധിക്കാൻ പറ്റിയ ഒരാൾ കേരളത്തിൽ ആരാണ്? അപ്പോൾ ഒരു മറുപടി കിട്ടുള്ളൂ, ചട്ടമ്പി സ്വാമി അല്ലാതെ വേറെ ആരുമല്ല. ഇങ്ങനെ ചട്ടമ്പി സ്വാമികളെ കൊണ്ട് പരിശോധിപ്പിക്കാൻ വേണ്ടി കൊണ്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഒരാഴ്ചയെങ്കിലും ഇത് പിടിക്കും പരിശോധിക്കാൻ വേണ്ടി. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നോക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ അഭിപ്രായം പറയുന്നറിയോ, ആർഭാടം ഇല്ലെങ്കിലും കൊള്ളാം. പക്ഷേ എന്താണെന്നറിയോ, പിന്നീട് മനസ്സിലായി ആർഭാടം എന്നുള്ള ഒറ്റ വാക്ക് ഇതിനകത്ത് വിട്ടുകൂട്ടുള്ളൂ. ഇത് അരമണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതെല്ലാ രീതിയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ആ വലിയ ലൈഫ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സർവജ്ഞത്വം മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു സർവജ്ഞത്വത്തെ, ആ വികാസത്തെ പൂർണ്ണമായിട്ട് പ്രതിഫലിപ്പിച്ച ഒരു വ്യക്തിയെ അടുത്ത കാലത്ത് നമ്മൾ മലയാളികൾ പരിചയിച്ചത് നിത്യഗുരുവിലൂടെയാണ്. അദ്ദേഹത്തെ മാറ്റിവെക്കാനായിട്ട് ഒരു മേഖലകളിലും നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ലായിരുന്നു. ഒരു കവിയാണ്, മനഃശാസ്ത്രജ്ഞനാണ്, ഒരു കൂട്ടുകാരനാണ്, ഒരു പ്രഭാഷകനാണ്, വാഗ്മിത്വം, ഗ്രന്ഥകാരൻ. ഒരു രീതിയിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിത്വം. അതുപോലെ തന്നെ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ചിലരും വിചാരിക്കുന്നത് ശുഷ്കമായ, സ്വാമി പറയുകയുണ്ടായി, ശുഷ്കമായ ഒരു രീതിയിൽ ആ ഒരു മുൻവിധിയോടുകൂടിയാണ് നമ്മൾ ആധ്യാത്മികതയെ സമീപിക്കുന്നത്. നമ്മളിപ്പോൾ ഹിമാലയത്തിലൊക്കെ നമ്മളത് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഹിമാലയത്തിലൊക്കെ ഒരു പക്ഷേ ജീവിതം മുഴുവൻ വേദ പഠനത്തിനായിട്ടും വ്യാകരണ പഠനത്തിനായിട്ടും വേദാന്ത അഭ്യസിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ധാരാളം മഹാത്മാക്കളുണ്ട്. അവരൊക്കെ മഹാത്മാക്കൾ തന്നെയാണ്, യാതൊരു സംശയവുമായിട്ട്. കാരണം ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗവും അതിനു വേണ്ടി അവർ ഒഴിഞ്ഞു വെക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൈലാസാശ്രമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയാണുള്ളത്. അവിടെയൊക്കെ ഒരു ദിവസത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനവും ഈ വേദാന്ത അഭ്യസനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള മഹാസന്യാസിമാരും മഹാപണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പലരും ഇത് വിരസമാണോ, ആധ്യാത്മികത വിരസമാണോ, ശുഷ്കമാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയേക്കാം. പലരും ആ മുൻവിധിയോടുകൂടിയാണ് ആധ്യാത്മികതയുമായിട്ട് ബന്ധപ്പെടാത്തവർ. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിച്ച് പോകാറുണ്ട്. പക്ഷേ അതങ്ങനൊന്നും തന്നെ ഒരുപാട് മഹാപണ്ഡിതന്മാരെ പ്രത്യേകിച്ച് ഉത്തരകാശിയുടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരോടൊപ്പം ജീവിച്ചിട്ട് ഗംഗോത്രിയിൽ അത് -2 ഡിഗ്രിയിൽ ഒരാഴ്ച ഒരു മഹാത്മാവിനോടൊപ്പം താമസിക്കാനായിട്ട് ഒരവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ട്. അപ്പോൾ ഇത് ഒരു ആധ്യാത്മികത ഒരു രസമാണ്, സൗന്ദര്യാത്മകമായ ഒരു കാര്യമാണ്. ആ രസാത്മകതയിലേക്ക് ആധ്യാത്മികത പരിചയിപ്പിച്ച ഒരു വ്യക്തിത്വത്തെ നമുക്ക് നിത്യയിൽ കാണാൻ സാധിക്കും. നിത്യ ഒരു കുട്ടിയെ പോലെയായിരുന്നു.
അതാണ് ശ്രീരാമകൃഷ്ണപരമഹംസർ പറയുന്നുണ്ട്, നിങ്ങൾ ഈശ്വരനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ പോലെ നിഷ്കളങ്കരായി തീരും. നമ്മളെന്താ വിചാരിച്ചു? നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ കുട്ടികളെ പോലെ, കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായി. ശാന്തോപനിഷത്തിൽ പറയുന്നുണ്ട്, തരതി ശോകം ആത്മവിത്ത്. ആത്മാവിനെ സാക്ഷാത്കരിച്ച ഒരാൾക്ക് മാത്രമേ ദുഃഖത്തെ അതിജീവിക്കാൻ സാധിക്കൂ. ദുഃഖത്തെ അതിജീവിക്കാൻ വേറൊരു വഴിയില്ല. അതാണ്ട് നമ്മുടെ ഏത് വഴി പോയാലും ശരി, ഈ ശോകത്തെ അതിജീവിക്കാൻ വേറൊരു വഴിയില്ല. അവിടെയാണ് ഈ ഉപനിഷത്തുകളൊക്കെ മഹാരഹസ്യങ്ങളായിത്തീരും. തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്തിന് മാത്രമേ ശോകത്തെ, ദുഃഖത്തെ തരണം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞായി മാറി, ഒരു നിഷ്കളങ്ക ശിശുവായി മാറി. അപ്പം നമ്മുടെ ഐഡിയൽ ആദർശം എന്ന് പറയുന്നത് നിഷ്കളങ്കമായ രീതിയിൽ ജീവിക്കുന്ന ശിശുവാണ്. അതിന് ഒരു അല്ലലുമില്ല, അലട്ടലുമില്ല. ഈ ലോകത്തെക്കുറിച്ച് യാതൊരുവിധ ഒരു രീതിയിലും തന്നെ അല്ലലുകളോടുകൂടി കാണാതെ ജീവിക്കുന്ന പൂർണ്ണ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരാളാണ് ഒരു ബുദ്ധി എന്ന് പറയുക. ആ ഒരു കുട്ടിയിലേക്കാണ് സാക്ഷാത്കാരം നമ്മളെ നയിക്കുക. അതിവിടെ നമുക്ക് വ്യക്തിയിൽ കാണാൻ സാധിക്കും. അതാണ് ശ്രീരാമകൃഷ്ണപരമഹംസർ പറയുന്നത്, ഈശ്വരനെ കണ്ടെത്തിയതിനാൾ, ദൈവത്തെ കണ്ടെത്തിയതിനാൾ കുട്ടികളെ പോലെ നിഷ്കളങ്കരായിത്തീരും. അതാണ് കുട്ടികളോട് പോലും വ്യക്തിക്ക് കൂട്ടുകൂടാൻ സാധിച്ചത്. അതുകൊണ്ടാണ് വ്യക്തിയുടെ കൂട്ടുകാര് കുട്ടികളായിരുന്നു. അത് കാരണം ഇതാണ്, അങ്ങനെ ആകാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ ഒരു അകലത്തെ ഇല്ലാതാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് നമുക്ക് പകർന്നു തരുന്നത് സന്തോഷവും ആനന്ദവുമാണ്. ഞാൻ പറഞ്ഞത് ഇത് മസിൽ പിടുത്തത്തിൻ്റെ ഒന്നുമല്ല കാര്യമറ്റത്, സന്തോഷവും ആനന്ദവുമാണ്. അതാണ് ആത്മവിശ്വാസത്തിൽ പറയുന്നത്. പരടിവർ പറയുന്നത്, പരയുടെ പാലം കറന്ന ഭാഗ്യമാർക്ക് ഒരു 10,000 ഒരല്പമേൽ. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാനാണ്. ഈ ചെറിയ സംഭവം പറഞ്ഞത് ഞാൻ നിർത്താം. ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥവാദൻ. 1-2 ശിഷ്യന്മാരെ ചട്ടമ്പി സ്വാമികൾക്ക് 3-4 ശിഷ്യന്മാരെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സന്യാസി ശിഷ്യന്മാരായിട്ട്. അതിന് നീലകണ്ഠ തീർത്ഥവാദന് മൂവാറ്റുപുഴയിൽ പൂർവാശ്രമമുള്ളൊരു സന്യാസികരിയാണ്. മൂവാറ്റുപുഴയിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ നീലകണ്ഠ തീർത്ഥവാദര് ചേർന്ന് കണ്ട വലിയൊരു പ്രതിഭയായിരുന്നു. ആ നീലകണ്ഠ തീർത്ഥവാദര് ചട്ടമ്പി സ്വാമികളിൽ ജീവിച്ചിരിക്കുക തന്നെ സമാധിയായ ഒരു ശിഷ്യനാണ്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഇവർ ജീവിച്ചിരിക്കുക തന്നെ വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും ശിഷ്യൻ സമാധിയായി എന്നാണ്. കരുനാഗപ്പള്ളിയിലാണ് ഈ സമാധി നടന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ഈ വാർത്ത കേൾക്കുന്നത് മാവേലിക്കര തട്ടാരമ്പലത്തിൽ വെച്ചാണ്. പെട്ടെന്ന് തന്നെ കരുനാഗപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി കാളവണ്ടിയിലൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത് ഒരുപക്ഷെ അന്നത്തെ കാലം. അങ്ങനെ പോയി ചട്ടമ്പി സ്വാമികളെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ വയസ്സുകളിലൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ചട്ടമ്പി സ്വാമികൾക്ക് ഇവരിൽ നിന്നൊക്കെ ഒളിഞ്ഞു കഴിയാനാകെ ചട്ടമ്പി സ്വാമികൾ വളരെ മറ്റൊരു ഷോർട്ട്കട്ടിൽ അവിടുത്തെ കരുനാഗപ്പള്ളിയിലെത്തി. അപ്പം ചട്ടമ്പി സ്വാമികളെ കാണാൻ വേണ്ടിയാണ് അവിടെ ആളുകൾ മുഴുവൻ കൂടി നിൽക്കുന്നത്. യോഗിയും സർവജ്ഞരുമായ ചട്ടമ്പി സ്വാമികളെ കാണുന്നു. എന്തായാലും ശരി, ഈ ശിഷ്യൻ്റെ ശരീരം പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്, ഇരുത്തിയിരിക്കുകയാണ്. സന്യാസിമാരുടെയൊക്കെ സമാധി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇരുത്തിയിരിക്കുകയായിരിക്കും. അതിൻ്റെ മുന്നിൽ ആ ഭൗതിക ശരീരത്തിന് മുമ്പിൽ ചട്ടമ്പി സ്വാമികൾ നിൽക്കുകയുണ്ടായി. നിന്നിട്ട് കുറേ നേരം നിന്നു. പെട്ടെന്ന് തന്നെ ചട്ടമ്പി സ്വാമികളുടെ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണുനീര് ധാരാധാരയായിട്ട് ഒഴുകും. ഇത് അതായത് ചട്ടമ്പി കരയുന്ന ആരാണ്, കണ്ണുനീര് വാർക്കുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇത് കണ്ടിട്ട് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു. ഏറ്റവും അടുത്ത ശിഷ്യൻ സമാധി ആയതുകൊണ്ടുള്ള ദുഃഖം കൊണ്ടാവാം. ചിലർ പറഞ്ഞ അല്ല, ഒരിക്കലും വേദാന്തി എന്തിന് ദുഃഖിക്കുന്നത്? ദുഃഖിക്കേണ്ടതായി യാതൊരു കാര്യമില്ല. മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യമായിരിക്കാം. പിന്നീട് ചട്ടമ്പി സ്വാമികളോട് ചോദിച്ചു, എന്തിനാണ് നീ കണ്ണീര് വാർത്തത്?
അപ്പം എന്താണെന്നറിയാമോ പറഞ്ഞത്? എൻ്റെ ശിഷ്യൻ്റെ ജീവൻ ആ പരമാനന്ദ രസത്തിലേക്ക്, ബ്രഹ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ ആനന്ദിക്കുകയായിരുന്നു. ആ ആനന്ദ കണ്ണീരാണ് സത്യസ്വാമികളുടെ കണ്ണീരിലൂടെ ഊർന്നിറയ്ക്കാൻ. ഇതാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻ. ആ ഒരു വെളിച്ചത്തിലാണ്, ആ ഒരു വെളിച്ചമാണ് ആധ്യാത്മികത നമുക്ക് പകർന്നു തരുന്നത്. ആധ്യാത്മികതയുടെ വാഗ്ദാനവും തന്നെയാണ്. ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി. വേദാന്തം പറയുന്നതാണ് ആധ്യാത്മികതയിൽ നിന്നുള്ള പ്രയോജനം എന്താണ്, റിലീജിയൻ കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ധർമ്മം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ആത്യന്തിക ദുഃഖ നിവൃത്തി, നിങ്ങളുടെ ദുഃഖങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഔഷധമാണ് പരമാനന്ദ പ്രാപ്തി. ആ പരമാനന്ദ പ്രാപ്തിയെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പരമാനന്ദ പ്രാപ്തി, ആ വാഗ്ദാനത്തെ ആണ് നിത്യഗുരുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, റിലീജിയൻ ഈസ് നത്തിങ് ബട്ട് റിയലൈസേഷൻ. ഈ ഒരു കാര്യത്തെ റിയലൈസ് ചെയ്യുക, സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്, ആവിഷ്കരിച്ചെടുക്കുക. ജീവനിൽ ഈ ഒരു സാധ്യതയെ ആവിഷ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. റിലീജിയൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി ഓൾറെഡി ഇൻ മാൻ. മനുഷ്യനിലുള്ള പരിപൂർണതയുടെ, ഈശ്വരീയതയുടെ ആവിഷ്കാരമാണ് ആധ്യാത്മികത. അത് ഗുരുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പരിപൂർണതയെ, ആ വെളിച്ചത്തെ ആണ് നമുക്ക് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബൈബിളിലൊക്കെ പറയുമല്ലോ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ സത്യത്തെ ജീവിതത്തിൽ ആവിഷ്കരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. എത്ര സിമ്പിളായിട്ടുള്ള, എത്ര ലളിതമായിട്ടുള്ള ഒരു വചനമാണത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, എത്ര ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. നമുക്ക് അതിന് അകലങ്ങളിലുള്ള യൂറോപ്പിലുള്ള, ബെൽജിയത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ നമുക്ക് സാമൂഹിക മാധ്യമങ്ങൾ വഴി സൗഹൃദം സമ്പാദിക്കാൻ പറ്റും. പക്ഷെ സ്വത്തെടുത്തുള്ള ഒരാളുമായിട്ട്, അയൽക്കാരനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക എന്ന് പറയുന്നത് എത്ര അതിനപ്പുറം എന്താണ് ബുദ്ധിമുട്ടുള്ളത്? അവിടെയാണ് തന്നെ പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കുക. ഈ ഒരു സാധ്യതയെ ജീവിതത്തിൽ, ജീവനിൽ ആവിഷ്കരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് എല്ലാവരും നമ്മുടെ അയൽക്കാരായിത്തീരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അയൽക്കാരാണ് എല്ലാവരും. ആത്മാവിൽ എല്ലാവരും അയൽക്കാരായിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ആത്മാവിൽ എല്ലാവരും അയൽക്കാരായിരിക്കും. അങ്ങനെ ഈ ജീവനെ പരിവർത്തനപ്പെടുത്തി കഴിയുമ്പോൾ മാത്രമാണ് ഈ രീതിയിൽ നമുക്ക് എല്ലാവരെയും അയൽക്കാരനാക്കാൻ സാധിക്കും. രമണ മഹർഷിയോട് ആരോ ചോദിച്ചു, എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ കാണേണ്ടത്, അല്ലെ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഹൗ ടു ഡീൽ വിത്ത് അതേഴ്സ്? അപ്പോൾ രമണ മഹർഷി പറഞ്ഞു ഇത്രയും, ദർ ആർ നോ അതേഴ്സ്. മറ്റുള്ളവർ എന്ന് പറയുന്നത് ഇന്ത്യ സൈലന്റ്. അപ്പോൾ ആ ഒരു വെളിച്ചത്തെ വ്യക്തി ഒരു സ്നേഹമായിട്ടാണ് പകർന്നു തന്നത്. സ്നേഹമാണ് ഈശ്വരൻ. അതൊക്കെ ഗുരുവിനോടൊപ്പം ജീവിച്ചവർ, അവരോട് ത്യാഗസ്വാമിയോട് ഞാൻ ചോദിച്ചു, എന്തനുഭവമാണ് നമ്മളോട് പങ്കുവെക്കാൻ സാധിക്കുക? ഗുരുവിനോടൊപ്പം ജീവിച്ച എന്തനുഭവമാണ് പങ്കുവെക്കാൻ സാധിക്കുക? സ്വാമി പറയുന്നത് സ്നേഹമായിട്ടാണ് നമുക്ക് ഈ ഒരു പരിവർത്തനം നമുക്ക് പ്രതിഫലിക്കുക. അതുകൊണ്ട് തന്നെ നിത്യഗുരുവിൻ്റെ ജീവിതക്കാലം ഒരു വഴിവിളക്കായിരിക്കും. ഏത് കാലഘട്ടത്തിലും ഒരു വഴിവിളക്കായിരിക്കും. ആ പ്രകാശത്തെ നമുക്ക് ജീവിതത്തിൽ പിന്തുടരാൻ ശ്രമിക്കാം. അതുമാത്രമാണ് ഗുരുവിനോടുള്ള ആ ഒരു കൃതജ്ഞത എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്ന ഫാദറിനോടും ഈ സ്ഥാപനത്തോടുള്ള ആ പ്രാർത്ഥന മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.